നമസ്കാരം. 2026 കറണ്ട് അഫയേഴ്സ് സീരീസിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജൂൺ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിച്ചു വന്നത്. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സോടുകൂടി ജൂൺ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പൂർത്തിയാക്കാം. ഇന്നത്തെ ക്ലാസ്സിനകത്ത് പറയുന്ന പല കാര്യങ്ങളും വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ആദ്യ അവസാനം ഈ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി മറ്റൊരു കാര്യമുള്ളത്, ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളെ കുറിച്ച് അറിയുന്നതിനും ഞങ്ങളുടെ മറ്റു സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ കൂടി അംഗമാവുക. അതുപോലെ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആസ്ഥ അക്കാഡമി അടുത്ത കാലത്ത് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2026 ജൂലൈ 10 വരെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കറണ്ട് അഫയേഴ്സ് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. പുസ്തകത്തിൻ്റെ വില എന്ന് പറയുന്നത് 135 രൂപ മാത്രമാണ്. A5 സൈസ് 208 പേജ്. 208 പേജ് A5 സൈസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പഠിക്കാൻ വേണ്ടി കുത്തി നിറച്ച് കൊടുത്തിട്ടില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവിടുത്തെ ക്ലാസ് നിങ്ങൾ കാണുമ്പോൾ എങ്ങനെയാണ്, അതുപോലെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തും കൊടുത്തിട്ടുള്ളൂ. പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. കറണ്ട് അഫയേഴ്സ് ഭാഗത്തെ മുഴുവൻ മാർക്കും കുറഞ്ഞ സമയത്തിനകത്ത് നേടാം എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത. ഞാൻ തയ്യാറാക്കിയ പുസ്തകമാണ്. ഈ പുസ്തകം ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക. ഇത്തിരി തിരക്കുള്ള നമ്പറാണ്, വിളിച്ചാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. മെസ്സേജ് ഇട്ടിരുന്നാൽ മതി, ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തോളാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ആസ്ഥ അക്കാഡമിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ വഴി ഗൂഗിൾ പേ ചെയ്യരുത്. ഏതെങ്കിലും ഫോൺ നമ്പർ തന്നാൽ അതിലോട്ട് ഗൂഗിൾ പേ ചെയ്യരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും QR കോഡ് സ്കാൻ ചെയ്തും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യരുത്. അതിനകത്തൊന്നും ആസ്ഥ അക്കാഡമിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കത്തില്ല. ആസ്ഥ അക്കാഡമിക്ക് ഈ പറഞ്ഞൊരു UPI ID ഉണ്ട്. ആ UPI ID വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ആ UPI ID QR.asthac@SIB എന്നുള്ളതാണ്. ഇതുവഴി വേണം പേയ്മെൻറ്റ് ചെയ്യാൻ. ഇത് നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ശരി, അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ നമ്പറിലോട്ട് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം. ശരി, അപ്പോൾ നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. ഉസ്മാനിയ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഉസ്മാനിയ യൂണിവേഴ്സിറ്റി, അല്ലേ? ഹൈദരാബാദിലാണ്. എവിടെയാണ്? ഉസ്മാനിയ യൂണിവേഴ്സിറ്റി ഹൈദരാബാദിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഈ അടുത്ത കാലത്ത് ഉസ്മാനിയ യൂണിവേഴ്സിറ്റി വാർത്തകളിൽ ഇടം പിടിച്ചു. എങ്ങനെയാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിറ്റിക്ക് 4 ISO സർട്ടിഫിക്കേഷനുകൾ ഒരേ സമയം ലഭിച്ചു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിറ്റിക്ക് 4 ISO സർട്ടിഫിക്കേഷനുകൾ ഒരേ സമയം ലഭിച്ചു എന്നുള്ളതാണ് വാർത്ത. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരേ സമയം 4 ISO സർട്ടിഫിക്കേഷൻ നേടുന്ന ആദ്യത്തെ യൂണിവേഴ്സിറ്റി സർവകലാശാല ഏത് എന്ന് ചോദിച്ചാൽ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം. ISO സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അന്താരാഷ്ട്ര ഗുണനിലവാരം പ്രകടിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് ഏത് നൽകുന്നത്? ISO സർട്ടിഫിക്കേഷൻ നൽകുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു ചോദ്യത്തിലോട്ടാണ് നമ്മൾ വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഒടുവിലത്തെ ഈ അടുത്ത കാലത്ത് പ്രഖ്യാപിച്ച, അതായത് 100ാമത് റംസാർ കേന്ദ്രം ഏതാണ്? ഇന്ത്യയിലെ 100ാമത് റംസാർ കേന്ദ്രം ഏതെന്നാണ് ചോദ്യം, അല്ലേ? നിങ്ങൾക്കറിയാം, അന്താരാഷ്ട്ര തലത്തിൽ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു കരാറുണ്ട്, റംസാർ കരാർ, അല്ലെ? ആ റംസാർ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ സംരക്ഷിക്കപ്പെടേണ്ട തണ്ണീർത്തടങ്ങളുടെ ഒരു പട്ടിക പ്രസിദ്ധീകരിക്കാറുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ 100ാമത് റംസാർ കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ഒരു പക്ഷി സങ്കേതമാണ്. ഏതാണ് ആ പക്ഷി സങ്കേതം എന്ന് മനസ്സിലാക്കി വെക്കുക. ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം, അല്ലെ? ഇന്ത്യയിലെ 100ാമത് റംസാർ കേന്ദ്രം. ഇന്ത്യയിലെ 100ാമത് റംസാർ കേന്ദ്രം ഏതാണ്? ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം. ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോണം. നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വരുന്നത് പരിസ്ഥിതി വനം വകുപ്പുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അത് ഭൂപേന്ദ്ര യാദവ് ആണ് എന്നുകൂടി മനസ്സിലാക്കിക്കോണം. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ആരാണ്? ഭൂപേന്ദ്ര യാദവ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതാണ് ഇന്ത്യയിലെ 100ാമത് റംസാർ കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതമാണ്.
അവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഈ ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം എവിടെയാണ് എന്നും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ജയപ്രകാശ് നാരായൺ എന്ന് പറയുന്നത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്, സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, അല്ലെ? അപ്പോൾ ആ ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം എവിടെയാണ് എന്നുള്ളതും ചോദ്യമായിട്ട് പ്രതീക്ഷിക്കണം. അപ്പോൾ നിങ്ങൾ ബീഹാർ എന്ന് എഴുതി തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. ഉത്തർപ്രദേശിലാണ് ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം. എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. നിങ്ങൾ ബീഹാറിലെ ജയപ്രകാശ് നാരായണുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരിക്കും. ജയപ്രകാശ് നാരായൺ വിമാനത്താവളം എവിടെ എന്ന് ചോദിച്ചാൽ ബീഹാറിൽ പാറ്റ്നയിലാണ്. ബീഹാറിലെ പാറ്റ്നയിലെ വിമാനത്താവളത്തിന് ജയപ്രകാശ് നാരായണന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലാണ്. അപ്പോൾ അത് 100ാമത് തണ്ണീർത്തടം അല്ലെങ്കിൽ 100ാമത് റംസാർ കേന്ദ്രം, അല്ലെ, ഇന്ത്യയിലെ. അതേസമയം 99ാമത് റംസാർ കേന്ദ്രം, ഇന്ത്യയിലെ 99ാമത് റംസാർ കേന്ദ്രം, അതും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഷേഖാജീൽ പക്ഷി സങ്കേതം. ഷേഖാജീൽ പക്ഷി സങ്കേതമാണ് ഇന്ത്യയിലെ 99ാമത് റംസാർ കേന്ദ്രം. ഈ ഷേഖാജീൽ പക്ഷി സങ്കേതം എവിടെയെന്നും ചോദിക്കാം. അതും എവിടെ തന്നെയാണ്? ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ഈ 2 പക്ഷി സങ്കേതങ്ങളും ഉത്തർപ്രദേശിലാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. അടുത്തതും നല്ലൊരു പോയിന്റാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ അതിർത്തി ഗ്രാമം. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ അതിർത്തി ഗ്രാമം എവിടെയാണ് എന്ന് ചോദിച്ചാൽ ലഡാക്കിലുള്ള ഒരു ഗ്രാമമാണ്. ചൈനീസ് ബോർഡറിനോട് ചേർന്നിരിക്കുന്ന ഒരു ഗ്രാമമാണ്. ലഡാക്കിലുള്ള ചൈനീസ് ബോർഡറിനോട് ചേർന്ന് നിൽക്കുന്ന ചുമോർ എന്ന് പറയുന്ന ഗ്രാമമാണ് ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ അതിർത്തി ഗ്രാമം, അല്ലെ? അപ്പോൾ ആ ഗ്രാമത്തിന്റെ പേരെന്താണ്? ചുമോർ, അല്ലെ? ഇവിടെ ഇപ്പോൾ ഇതിനൊരു പ്രാധാന്യമുണ്ട്, ഈ ചോദ്യത്തിനൊരു പ്രാധാന്യമുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ അതിർത്തി ഗ്രാമം എന്ന് ചോദിക്കുന്നതിനകത്തൊരു പ്രാധാന്യമുണ്ട്. സാധാരണഗതിയിൽ അതിർത്തി പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിലൊന്നും അധികം ആൾക്കാർ നിൽക്കാറില്ല. ഏത് സമയം എന്തും സംഭവിക്കാം എന്നുള്ളത് കൊണ്ട് അതിർത്തി പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിലൊന്നും ആരും പാർക്കാറില്ല. അവർ മാറിപ്പോകാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കും. പക്ഷേ സർക്കാർ അവിടെ തന്നെ ആൾക്കാരെ നിലനിർത്താൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കും. കാരണം അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ശരിക്കും ആൾ താമസമുണ്ട് എങ്കിൽ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ അധികൃതർ പെട്ടെന്ന് അറിയാൻ സാധ്യതയുണ്ട്. ശത്രു രാജ്യങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായാൽ പെട്ടെന്ന് അറിയാൻ സാധ്യതയുള്ളതുകൊണ്ട് അവിടെ ജനങ്ങൾ നിലനിൽക്കണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത്, കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവരെ നിലനിർത്താൻ വേണ്ടിയിട്ട്, അവിടെ നിന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും സർക്കാർ നൽകും. അതായത് നല്ല റോഡുകൾ നൽകും, ജീവിക്കാനുള്ള സൗകര്യങ്ങൾ നൽകും, പരമാവധി കണക്ടിവിറ്റിയൊക്കെ അവിടെയുള്ള ആൾക്കാർക്ക് നൽകാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ശ്രമമാണ് ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ അതിർത്തി ഗ്രാമം. എവിടെ എന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? ലഡാക്കിൽ ചൈനീസ് ബോർഡറിനടുത്തുള്ള ഒരു ഗ്രാമമാണ്. ചുമോർ എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് നിങ്ങളത് പഠിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗത്തോട്ടാണ് നമ്മൾ വരുന്നത്. ഈ അടുത്ത കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ജീവനുള്ള പവിഴപ്പുറ്റ് കോളനിയെ ഗവേഷകർ കണ്ടെത്തി. ഈ അടുത്ത കാലത്ത് ലോകത്തിലെ ഏറ്റവും വലുതും ജീവനുള്ളതുമായ, ലോകത്തിലെ ഏറ്റവും വലിയ ജീവനുള്ള പവിഴപ്പുറ്റ് കോളനിയെ ഗവേഷകർ കണ്ടെത്തിയത് എവിടെ എന്നുള്ളതാണ് ചോദ്യം. എവിടെയെന്ന് ചോദിച്ചാൽ അത് ലക്ഷദ്വീപിലാണ്, അല്ലേ? അപ്പോൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ ജീവനുള്ള പവിഴപ്പുറ്റ് കോളനിയെ ഗവേഷകർ കണ്ടെത്തിയത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ലക്ഷദ്വീപിലാണ്. ആ പവിഴപ്പുറ്റ് കോളനിക്ക് നൽകിയിരിക്കുന്ന പേരാണ് പൊട്ടറ്റോ പാച്ച്. എന്താണ്? പൊട്ടറ്റോ പാച്ച്, അല്ലെ? അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ ജീവനുള്ള പവിഴപ്പുറ്റ് കോളനിയായിട്ടുള്ള പൊട്ടറ്റോ പാച്ച് എവിടെയാണ് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? ലക്ഷദ്വീപിലാണ്. അവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ലക്ഷദ്വീപിനെ നമ്മൾ പവിഴദ്വീപ് എന്നാണ് പറയുന്നത്. ലക്ഷദ്വീപ് എന്താണ്? കോറൽ ഐലൻഡ് ആണ്, അല്ലേ? ലക്ഷദ്വീപ് എന്ന് പറയുന്നത് കോറൽ ഐലൻഡ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതേസമയം നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള ദ്വീപാണ്? ഓൾക്കാനിക് ദ്വീപാണ്, അല്ലെ? ലക്ഷദ്വീപ് നമ്മൾ കോറൽ ഐലൻഡ് ആണെന്ന് പറയും. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് എന്ന് പറയുന്നത് ഏത് തരം ദ്വീപാണ്? ഓൾക്കാനിക് ദ്വീപാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജീവനുള്ള പവിഴപ്പുറ്റ് കോളനി പൊട്ടറ്റോ പാച്ച് എവിടെയാണ് ഗവേഷകർ കണ്ടെത്തിയതെന്ന് ചോദിച്ചാൽ ലക്ഷദ്വീപിലാണ് എന്ന് പറയണം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റിലോട്ടാണ് നമ്മൾ വരുന്നത്. ദേശീയ സെൻസസ് കമ്മീഷൻ 2026 പുറത്തുവിട്ട സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട്. ദേശീയ സെൻസസ് കമ്മീഷൻ 2026 പുറത്തുവിട്ട 2024 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട്.
ആ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യയുടെ ജനസംഖ്യയുമായി അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ടിൽ ഉള്ളത്. അപ്പോൾ അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ചു. ഈ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് 2024 പ്രകാരം അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ജനന നിരക്ക് എത്ര എന്ന് അതിൽ പറയുന്നുണ്ട്. അത് എത്രയാണ് പറയുന്നത്? 1.9 ആണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ജനന നിരക്ക് എന്ന് പറയുന്നത് 1.9 ആണ്. ഇപ്പോൾ നിങ്ങൾക്കത് കേട്ടപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്ന് പറഞ്ഞാൽ 1.9 എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അപകടമുണ്ട്. എന്താണ് അപകടം? ഈ പറഞ്ഞ കാര്യം 1.9 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അച്ഛനും അമ്മയ്ക്കും 2 മക്കൾ തികച്ചില്ല എന്നാണ് ഈ 1.9 എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? അപ്പോൾ ഇത് പറഞ്ഞെന്താണ്? ദേശീയ ജനന നിരക്ക്, രാജ്യത്തിൻ്റെ ദേശീയ ജനന നിരക്ക് 1.9 എന്ന് പറയുമ്പോൾ ഒരു അച്ഛനും അമ്മയ്ക്കും 2 മക്കൾ തികച്ചില്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ജനസംഖ്യ ഇതുപോലെ നിലനിർത്തി പോകണമെങ്കിൽ, ഈ തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറ ഇതുപോലെ മുമ്പോട്ട് പോകണമെങ്കിൽ, ഇതേ എണ്ണത്തിൽ മുമ്പോട്ട് പോകണമെങ്കിൽ മിനിമം വേണ്ടിയിരുന്ന ജനന നിരക്ക് എന്ന് പറയുന്നത് 2.1 ആണ്, അല്ലെ? 2.1 ജനന നിരക്കുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോഴുള്ളതുപോലുള്ള ഈ പറഞ്ഞ ജനസംഖ്യ മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടു പോവുകയുള്ളൂ. അതിനേക്കാൾ കുറവാണ്. അതായത് മിനിമം വേണ്ട ജനന നിരക്കിനേക്കാൾ താഴെയാണ് ഇപ്പോഴും ഇന്ത്യയുടെ ജനന നിരക്ക്. എത്രയാണ്? 1.9. അത് സൂചിപ്പിക്കുന്നത് ക്രമാതീതമായിട്ട് നമ്മുടെ ജനസംഖ്യ ഭാവിയിൽ കുറയുമെന്നുള്ളതാണ്, ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്, അല്ലെ? അപ്പോൾ അതുകൊണ്ട് ദേശീയ ജനന നിരക്ക് ഏതാണ്? സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് 2024 പ്രകാരം ദേശീയ ജനന നിരക്കായിട്ട് പറയുന്നത് എത്രയാണ്? 1.9 ആണ്. മിനിമം വേണ്ട ജനന നിരക്ക് എത്രയാണ്? അതായത് ഈ പറഞ്ഞ ജനസംഖ്യ ഇതുപോലെ നിലനിർത്തിക്കൊണ്ടു പോകേണ്ടതിന് വേണ്ട ജനസംഖ്യ എത്രയാണ് എന്ന് ചോദിച്ചാൽ 2.1 ആണ് എന്ന് മനസ്സിലായിക്കോണം. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ ജനന നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏത്? ഈ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ജനന നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ബീഹാർ ആണ്. 2.9. ഇന്ത്യയിൽ ജനന നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ബീഹാറാണ്. എത്രയാണ്? 2.9 എന്ന് പറഞ്ഞാൽ ഒരു അച്ഛനും അമ്മയ്ക്കും ഏതാണ്ട് 3 കുട്ടികളുണ്ട് എന്നാണ്. ഏതാണ്ട് 3 കുട്ടികൾ വീതം ഉണ്ട് എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ജനനനിരക്ക് ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഈ പറഞ്ഞ റിപ്പോർട്ട് പ്രകാരം 2024 റിപ്പോർട്ട് പ്രകാരം അത് ബീഹാറാണ്. അതേസമയം ഇന്ത്യയിൽ ഏറ്റവും ജനന നിരക്ക് കുറഞ്ഞ പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ അത് ഡൽഹിയാണ്. ഡൽഹിയിലെ ജനന നിരക്ക് എന്ന് പറഞ്ഞാൽ 1.2 ആണ്. അതായത് ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു കുഞ്ഞു വീതമേ ഉള്ളൂ എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ഏറ്റവും ജനന നിരക്ക് കുറഞ്ഞ ഇന്ത്യൻ പ്രദേശം ഈ റിപ്പോർട്ട് പ്രകാരം ഡൽഹിയാണ്. 1.2 ആണ്. ഏറ്റവും ജനന നിരക്ക് കൂടിയ സംസ്ഥാനം എന്ന് പറയുന്ന ബീഹാറാണ്. 2.9 ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യത്തിലോട്ട് വരാം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യം പറയുന്നത് എങ്ങനെയാണ്? കേരളത്തിൻ്റെ ജനന നിരക്ക്, കേരളത്തിലെ ജനന നിരക്ക് 1.3 ആണ്. കേരളത്തിലെ ജനന നിരക്ക് എത്രയാണ്? 1.3 ആണ്. കേരളത്തിൽ മാത്രമല്ല, കേരളം, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ജനന നിരക്ക് എന്ന് പറയുന്നത് 1.3 ആണ്. അപ്പോൾ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് 2024 അത് പ്രകാരം ഇന്ത്യയുടെ ദേശീയ ജനനനിരക്ക് മിനിമം വേണ്ട 2.1 താഴെയാണ്. 1.9 മാത്രമാണ്. ഏറ്റവും കൂടുതൽ ജനനനിരക്കുള്ള സംസ്ഥാനം ബീഹാറാണ്. 2.9. ഇന്ത്യയിൽ ജനനനിരക്ക് ഏറ്റവും കുറഞ്ഞ പ്രദേശം ഡൽഹിയാണ്. 1.2. കേരളത്തിൻ്റെ ജനനനിരക്ക് എന്ന് പറയുന്നത് 1.3 ആണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് കൂടിയുണ്ട്. 2026 നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ റിപ്പോർട്ട്. 2026 നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ റിപ്പോർട്ട് 6 എന്ന് പറയും. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ റിപ്പോർട്ട് 6. അതിൽ പറയുന്ന കാര്യം ഏറ്റവും കുറഞ്ഞ ജനനനിരക്ക്, ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ജനനനിരക്കുള്ള പ്രദേശം എന്ന് ആ പറഞ്ഞ റിപ്പോർട്ടിൽ പറയുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആണ്. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ജനനനിരക്കുള്ള പ്രദേശം ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആണ്, അല്ലേ? അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ കാര്യത്തിനകത്ത് ആശയക്കുഴപ്പം നിങ്ങൾക്ക് വരരുത്.
സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ പ്രദേശം ഏത്? ഡൽഹി. അതേസമയം നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ റിപ്പോർട്ട് 6 പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജനനനിരക്കുള്ള പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആണ്. അവിടുത്തെ ജനനനിരക്ക് 0.9 ആണ്. അതായത് ഒരു അച്ഛനും അമ്മയ്ക്കും തികച്ച ഒരു കുഞ്ഞില്ല എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിച്ചു വയ്ക്കണം. നേരത്തെ പറഞ്ഞത് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് നമ്മുടെ ദേശീയ സെൻസസ് കമ്മീഷനൊക്കെ വരുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ്. അപ്പോൾ അവിടെയുള്ള റിപ്പോർട്ടാണ്, ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു ഏജൻസി വഴിയുള്ള റിപ്പോർട്ടാണ് നേരത്തെ പറഞ്ഞത്. ഇതെന്ന് പറയുന്നത് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ രണ്ടും ഇത്തിരി ചെറിയ വ്യത്യാസമുണ്ട്. ഏതിൻ്റെ കാര്യത്തിൽ? കുറഞ്ഞ ജനനനിരക്കിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. മറ്റേതിൽ ഡൽഹിയാണ്, ഇതിലേതാണ്? ഇതിൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആണ്. അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി അത് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് നിങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യമാണ് 2025-2026 ഇന്ത്യയിലെ GDP വളർച്ച എത്രയാണ്? 2025-2026 സാമ്പത്തിക വർഷം, അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ച എത്ര എന്നുള്ളതാണ് ചോദ്യം. GDP വളർച്ച 7.7%. നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന GDP വളർച്ചയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 2025-2026 എന്ന് പറയുന്ന ആ സാമ്പത്തിക വർഷത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള നടപടികളൊക്കെ ഉണ്ടാകുന്നത്. പഹൽഗാം തീവ്രവാദി ആക്രമണം ഉണ്ടാകുന്നത്, ഒരുപാട് സമരങ്ങൾ രാജ്യത്തിനകത്ത് നടക്കുന്നത്, പല വിവാദങ്ങളും ഉണ്ടാകുന്നത്, അമേരിക്കയുമായിട്ടുള്ള താരിഫ് പ്രശ്നങ്ങൾ, നികുതി ഈ പറഞ്ഞ നിരക്കിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വർഷമാണ്, സാമ്പത്തിക വർഷമാണ് 2025-2026. എന്നാലും നമ്മുടെ GDP വളർച്ച ബെറ്റർ ആയിരുന്നു, മികച്ചതായിരുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നല്ലൊരു പോയിന്റാണ്. 2025-2026 ഇന്ത്യയുടെ GDP വളർച്ച എത്ര എന്ന് ചോദിച്ചാൽ 7.7%. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനകത്ത് ഒരു താല്പര്യം കാണിക്കണം, ശ്രദ്ധ വേണം. ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയില്ലാതെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വിലപ്പെട്ട മാർക്ക് പോകും. ഇതൊക്കെ ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ചില ആൾക്കാർക്ക് ഇതൊന്നും വലിയ താല്പര്യം കാണത്തില്ല, പക്ഷെ ചോദ്യകർത്താക്കൾക്ക് വളരെ കാതലായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിരിക്കും താല്പര്യമുള്ളത്. ഇത് ആ പറഞ്ഞ രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. 7.7%. ഇതുപോലെ തന്നെ റിപ്പോ നിരക്ക് പോലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചോണം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ റിപ്പോ നിരക്ക് എത്ര പോലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിച്ചോണം. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ GDP വളർച്ച നിശ്ചയിക്കുന്നതിനുള്ള, അല്ലെങ്കിൽ GDP വളർച്ചയ്ക്ക് അടിസ്ഥാനമാക്കി GDP വളർച്ച കണക്കാക്കണമല്ലോ. ആ GDP വളർച്ച കണക്കാക്കുന്നതിന് അടിസ്ഥാന വർഷമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് ഏത് സാമ്പത്തിക വർഷമാണ് എന്നൊരു ചോദ്യം കൂടി പ്രതീക്ഷിക്കണം. 2022-2023 ഇന്ത്യയുടെ GDP വളർച്ച കണക്കാക്കുന്നതിന് അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്ന വർഷം ഏത് എന്ന് ചോദിച്ചാൽ 2022-2023 സാമ്പത്തിക വർഷമാണ് അല്ലേ. നമ്മൾ എത്രത്തോളം മുമ്പോട്ട് പോയി എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ പഴയ കാലവുമായിട്ട് അതിനെ തട്ടിച്ചു നോക്കണം അല്ലേ. അപ്പം GDP ഗ്രോത്ത് ഉണ്ടോ എന്നറിയണമെങ്കിൽ ഏതെങ്കിലും ഒരു ഡാറ്റയുമായിട്ട് അതിനെ തട്ടിച്ചു നോക്കിയാൽ മാത്രമേ നമ്മൾ എത്രത്തോളം വളർന്നു എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ GDP വളർച്ച നിർണ്ണയിക്കുന്നതിൽ, അല്ലെങ്കിൽ GDP വളർച്ച കണക്കാക്കുന്നതിന് അടിസ്ഥാനമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഒരു സാമ്പത്തിക വർഷമുണ്ട്. അത് ഈ അടുത്ത കാലത്ത് സർക്കാർ നിശ്ചയിച്ചതാണ്. 2022-2023 കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. അതുപോലെ തന്നെ രാജ്യത്തെ വിലക്കയറ്റ തോത് കണക്കാക്കുന്നതിന് അടിസ്ഥാന വർഷമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് 2024 അല്ലേ. ഇന്നത്തെ പത്രത്തിലെ വാർത്തയാണ് വിലക്കയറ്റം എന്ത് ചെയ്യാണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധനങ്ങളുടെ വില വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സാധനങ്ങളുടെ വില വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? കഴിഞ്ഞ കാലങ്ങളിൽ ഇതേ സമയത്ത് എത്രമാത്രം വിലയുണ്ടായിരുന്നു ഒരു സാധനത്തിന്, ഇപ്പോൾ അത് എത്രമാത്രം കൂടിയിട്ടുണ്ട്. 50 രൂപയുടെ ഉരുളക്കിഴങ്ങിൻ്റെ വില ഇപ്പോൾ 60 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എത്ര ശതമാനം വർദ്ധിച്ചു? കഴിഞ്ഞ തവണ 50 രൂപയായിരുന്നു വില, ഇപ്പോൾ അത് 60 ആയിട്ടുണ്ട്. അപ്പോൾ എത്ര ശതമാനം വർദ്ധിച്ചു അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു വർഷത്തെ വിലക്കയറ്റവുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്? വേറൊരു വർഷത്തിൻ്റെ വിലക്കയറ്റം എത്രത്തോളം ഉണ്ടായി എന്ന് കണക്കാക്കുന്നത്. അതാണ് അടിസ്ഥാന വർഷം എന്ന് പറയുന്നത്. അപ്പോൾ വിലക്കയറ്റ തോത് കണക്കാക്കുന്നതിന് അടിസ്ഥാന വർഷമായി സ്വീകരിച്ചിരിക്കുന്ന വർഷം 2024. GDP വളർച്ച കണക്കാക്കുന്നതിന് അടിസ്ഥാന വർഷമായിട്ട്
സ്വീകരിച്ചിരിക്കുന്നത് 2022-2023 സാമ്പത്തിക വർഷമാണ്. ഇന്ത്യയിലെ 2025-2026 GDP വളർച്ച എത്രയാണെന്ന് ചോദിച്ചാൽ 7.7%. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്തുനിന്ന് വരുന്ന പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവും. ശരി, അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലെക്സ് ഇന്ധന കാർ പുറത്തിറക്കിയ കമ്പനി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലെക്സ് ഇന്ധന കാർ പുറത്തിറക്കിയ കമ്പനി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നല്ലൊരു ചോദ്യമാണ്. ഉത്തരം വളരെ സിമ്പിളായിട്ട് പറയാം, നമ്മുടെ മാരുതി സുസുക്കിയാണ് അല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലെക്സ് ഇന്ധന കാർ പുറത്തിറക്കിയ കമ്പനി ഏതാണ് എന്ന് ചോദിച്ചാൽ മാരുതി സുസുക്കിയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. പക്ഷെ അതിലൊരു കാര്യവുമില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഫ്ലെക്സ് ഇന്ധന കാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ വേറെ പല കാര്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. എന്താണ് ഫ്ലെക്സ് ഇന്ധന വാഹനം അല്ലെ? ഫ്ലെക്സ് ഇന്ധന വാഹനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അല്ലെ? ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ വാഹനങ്ങളിൽ പെട്രോൾ ഉപയോഗിക്കാം. അതിനകത്ത് ഡീസൽ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. പെട്രോൾ വാഹനങ്ങളിൽ പെട്രോൾ ഉപയോഗിക്കാൻ പറ്റൂ, ഡീസൽ വാഹനങ്ങളിൽ ഡീസലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതേസമയം ഫ്ലെക്സ് ഇന്ധന വാഹനത്തിൽ എന്ത് ഉപയോഗിക്കാൻ പറ്റും? പെട്രോൾ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ എഥനോൾ മിശ്രിതവും ഉപയോഗിക്കാനായിട്ട് പറ്റും. പെട്രോൾ ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ തന്നെ എഥനോൾ മിശ്രിതവും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലെക്സ് ഇന്ധന കാർ എന്ന് പറയുമ്പോൾ അതിനകത്ത് പെട്രോൾ ഇന്ധനമായിട്ട് ഉപയോഗിക്കാം, എഥനോൾ മിശ്രിതവും ഇന്ധനമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇപ്പോഴത്തെ പെട്രോളിൽ, നമുക്ക് പെട്രോൾ പമ്പിൽ നിന്ന് ലഭിക്കുന്ന പെട്രോളിൽ ഏതാണ്ട് ഈ പറഞ്ഞ 20% എന്താണ്? എഥനോളാണ്. ഏതാണ്ട് 20% എഥനോളാണ്. സാധാരണ വാഹനങ്ങൾക്കെല്ലാം ഏതാണ്ട് 20% എഥനോൾ അടങ്ങിയിട്ടുള്ള ഈ പറഞ്ഞ പെട്രോൾ അത് ഈ പറഞ്ഞ ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ എഥനോളിൻ്റെ മിശ്രിതം ഈ പറഞ്ഞ 85% ആയാലോ? 85% വരെ ഈ പറഞ്ഞ എഥനോൾ അടങ്ങിയിട്ടുള്ള മിശ്രിതം ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനം, അതാണ് ഈ പറഞ്ഞ ഫ്ലെക്സ് ഇന്ധന വാഹനം. അപ്പോൾ ഒരുപോലെ പെട്രോളും 85% ഈ പറഞ്ഞ എഥനോൾ മിശ്രിതവും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനം, അതാണ് രാജ്യത്തെ ആദ്യത്തെ ഫ്ലെക്സ് ഇന്ധന കാർ. അത് പുറത്തിറക്കിയ കമ്പനി ഏത് എന്നുള്ളതാണ് ചോദ്യം. മാരുതി സുസുക്കിയാണ്. ഇപ്പോൾ ഇവിടെ വേറൊരു കാര്യം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എഥനോൾ ബ്ലെൻഡഡ് പ്രോഗ്രാം അല്ലെങ്കിൽ എഥനോൾ ബ്ലെൻഡിങ് പ്രോഗ്രാം. എന്താണ് എഥനോൾ ബ്ലെൻഡിങ് പ്രോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പെട്രോളിൽ ഏത് കലർത്തുന്നു? എഥനോൾ കലർത്തുന്നു. 2003 കാലം മുതൽ തുടങ്ങിയ ഒരു പ്രക്രിയയാണ്. അത് ഘട്ടം ഘട്ടമായിട്ട് ആദ്യം 5% പെട്രോളിനകത്ത് എഥനോൾ ചേർത്തു, പിന്നീട് അത് 10% പിന്നീട് അത് 15% ഇപ്പോൾ അത് 20% മാറുന്നു. അങ്ങനെ പെട്രോളിനകത്ത് ഏത് ചേർത്തുകൊണ്ടിരിക്കുന്നു? എഥനോൾ ചേർത്തുകൊണ്ടിരിക്കുന്നു. എഥനോൾ നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കരിമ്പിൽ നിന്ന് നമുക്ക് എഥനോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ചോളത്തിൽ നിന്ന് എഥനോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പച്ചക്കറി അവശിഷ്ടങ്ങളിൽ നിന്നൊക്കെ എഥനോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പെട്രോളിൽ 20% എഥനോൾ ഉപയോഗിക്കാൻ പറ്റിയാൽ, 20-25% എഥനോൾ ഉപയോഗിക്കാൻ പറ്റിയാൽ അത്രയും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് ലാഭിക്കാനായിട്ട് പറ്റും. ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതോടൊപ്പം നമ്മുടെ രാജ്യത്തിന് ഒരുപാട് സാമ്പത്തിക ഭാരം ഉണ്ടാവുന്നു, ധാരാളം ഡോളർ നഷ്ടപ്പെടുന്നു. ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ ഡോളർ നൽകേണ്ടി വരും. അപ്പോൾ ഡോളർ എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഊർജ്ജ പ്രതിസന്ധിക്ക് ഒരു മാർഗം എന്നുള്ള രീതിയിലാണ് എഥനോൾ മിശ്രിതം, അതായത് 20% എഥനോൾ പെട്രോളിൽ കലർത്തിക്കൊണ്ട് എന്താണ് ഈ പറഞ്ഞ ഇപ്പോൾ ഇന്ധനങ്ങൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആ പറഞ്ഞ എഥനോൾ ബ്ലെൻഡിങ് പ്രോഗ്രാം അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കണം. അത് വരുന്ന പരീക്ഷകൾക്ക് ചോദ്യമായിട്ട് വരും അല്ലേ. അപ്പോൾ E20 പെട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കും. E20 പെട്രോൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 80% പെട്രോൾ, 20% എഥനോള്. എഥനോൾ ഉണ്ടാക്കുന്നത് ഏതിൽ നിന്നുണ്ടാക്കാം? കരിമ്പിൽ നിന്നുണ്ടാക്കാം, ചോളത്തിൽ നിന്നുണ്ടാക്കാം, പച്ചക്കറി അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാക്കാം. നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതുകൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ ഊർജ്ജ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും.
ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ കുറവുണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും, ഡോളർ ലാഭിക്കാനായിട്ട് പറ്റും. മറ്റൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ പൊള്യൂഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. അതായത് സാധാരണഗതിയിൽ ഫോസിൽ ഇന്ധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ കാർബൺ മോണോക്സൈഡ് ഒരുപാടുണ്ടാവും. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിലൂടെ കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് പറ്റും. ഇതൊക്കെ ഈ പറഞ്ഞ E20 പെട്രോൾ കൊണ്ടുള്ള ഗുണമായിട്ടാണ് പറയുന്നത്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. അല്ലാതെ കുറേ ചോദ്യങ്ങൾ കാണാതെ പഠിക്കുന്നതിൽ കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കണം. പ്രസ്താവന രീതിയിലാണ് കൂടുതലും ചോദ്യങ്ങൾ വരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ നിർമ്മിച്ചെടുത്ത ആദ്യത്തെ സ്വകാര്യ സൈനിക വിമാനം ഏതാണ്? അല്ലെ, എന്താണ് ചോദ്യം? ഇന്ത്യയിൽ നിർമ്മിച്ചെടുത്ത ആദ്യത്തെ സ്വകാര്യ സൈനിക വിമാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് C-295 എന്ന് പറയുന്ന വിമാനമാണ്. ഇന്ത്യയിൽ നിർമ്മിച്ചെടുത്ത ആദ്യത്തെ സ്വകാര്യ സൈനിക വിമാനം ഏത്? C-295 അല്ലെ, C-295. സാധാരണഗതിയിൽ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിമാനമൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാതെ HAL ആണ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ്. എവിടെയാണ്? ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള HAL ആണ് സാധാരണഗതിയിൽ സൈനിക വിമാനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വകാര്യമായി നിർമ്മിക്കപ്പെട്ട സൈനിക വിമാനം ഏതാണ്? C-295 അല്ലെ. ഇത് ടാറ്റ എന്ന് പറയുന്ന കമ്പനി, യൂറോപ്പിലുള്ള ഒരു വിമാന കമ്പനിയുണ്ട്, എയർബസ് എന്ന് പറയുന്ന വിമാന കമ്പനിയുണ്ട്. ടാറ്റയും യൂറോപ്പിലുള്ള എയർബസ് എന്ന് പറയുന്ന വിമാന കമ്പനിയും സംയുക്തമായിട്ട് ചേർന്ന് ഇന്ത്യയിൽ വെച്ച് നിർമ്മിച്ചെടുത്ത വിമാനമാണ് C-295 എന്ന് പറയുന്ന വിമാനം. അതൊരു വാർത്തയാണ്, ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പോയിന്റിലോട്ട് വരാം. മദർ ഡയറി. മദർ ഡയറി എന്ന് പറയുന്നത് എന്താണ്? ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ കീഴിൽ വരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. പാലും പാൽ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്, ഒരു സ്ഥാപനമാണ്. ഏത്? മദർ ഡയറി. മദർ ഡയറി. ഈ അടുത്ത കാലത്ത് മദർ ഡയറി എന്ന് പറയുന്ന ബ്രാൻഡ് വാർത്തകളിൽ ഇടം പിടിച്ചു. എങ്ങനെയാണ് ഇടം പിടിച്ചതെന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ നമ്മൾ പാക്കറ്റ് പാല് വാങ്ങിക്കും അല്ലെ, സാധാരണഗതിയിൽ പാക്കറ്റ് പാല് വാങ്ങിക്കും. ആ പറഞ്ഞ പാക്കറ്റ് ബയോഡീഗ്രേഡബിൾ അല്ല. പാല് വാങ്ങിക്കുന്ന പാക്കറ്റ് ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ പെട്ടെന്ന് അത് നശിക്കത്തില്ല, മണ്ണിൽ അത് അങ്ങനെ കിടക്കും, ബയോഡീഗ്രേഡബിൾ അല്ല. പക്ഷെ മദർ ഡയറി എന്ന് പറയുന്ന നോയിഡയിലുള്ള, ഉത്തർപ്രദേശിലെ നോയിഡയിലുള്ള ഈ പറഞ്ഞ കമ്പനി അടുത്ത കാലത്ത് പുറത്തിറക്കിയ പാക്കറ്റ് പാൽ, അതിലെ പാക്കറ്റ് എന്ന് പറയുന്നത് നിർമ്മിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ പെട്ടെന്ന് മണ്ണിൽ വിഘടിച്ച് മാറത്തക്ക വിധത്തിലുള്ള പദാർത്ഥങ്ങൾ കൊണ്ടാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും മണ്ണിൽ ദ്രവിച്ചു ചേരുന്ന വിധത്തിലുള്ള പാക്കറ്റുകളിലൂടെ എന്താണ് രാജ്യത്ത് ആദ്യമായിട്ട് പാൽ വിതരണം ആരംഭിച്ച കമ്പനി ഏത്, സ്ഥാപനം ഏത് എന്ന് ചോദിച്ചാൽ മദർ ഡയറിയാണ്. അപ്പോൾ മദർ ഡയറി എന്ന് പറയുന്നത് ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ കീഴിൽ വരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഉത്തർപ്രദേശിലെ നോയിഡ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. രാജ്യത്ത് ആദ്യമായിട്ട് മണ്ണിൽ പൂർണ്ണമായിട്ടും ദ്രവിച്ചു ചേരത്തക്ക വിധത്തിലുള്ള പാക്കറ്റുകളിൽ പാൽ വിതരണം നടത്തിയ കമ്പനിയാണ് ഏത്? മദർ ഡയറി. പ്രാധാന്യമുണ്ട്, ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് രാജ്യത്തെ പുതിയ കരസേനാ മേധാവി, രാജ്യത്തെ പുതിയ കരസേനാ മേധാവിയായിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ്? അല്ലെ, അപ്പോൾ പുതിയ കരസേനാ മേധാവി വരുന്നു. അപ്പോൾ പുതിയ അപ്പോയിൻമെൻ്റ് ആണ്. വരുന്ന പരീക്ഷകൾക്ക് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കുറച്ചു കാലം കഴിഞ്ഞാൽ ചോദിക്കാനുള്ള സാധ്യത കുറയും. ഇപ്പോൾ പുതിയ അപ്പോയിൻമെൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ ഇപ്പോഴത്തെ കരസേനാ മേധാവി അല്ലെങ്കിൽ പുതുതായിട്ട് നിയമിക്കപ്പെട്ട കരസേനാ മേധാവി ആരെന്ന് ചോദിച്ചാൽ ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്താണ്. ആരാണ്? ധീരജ് സേത്താണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ കരസേനാ മേധാവി. ധീരജ് സേത്താണ്. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൃഷ്ണ സ്വാമിനാഥൻ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ നാവികസേനാ മേധാവി. ഇപ്പോഴത്തെ ഇന്ത്യയുടെ നാവികസേനാ മേധാവി പുതിയ നിയമനമാണ്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ നാവികസേനാ മേധാവി ആരാണ്? കൃഷ്ണ സ്വാമിനാഥൻ. ആരാണ്? കൃഷ്ണ സ്വാമിനാഥൻ. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അല്ലെ, 3 സേനകളുടെയും അധിപനായിട്ട് ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ഒരു സ്ഥാനമുണ്ടല്ലോ, അതാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരെന്ന് ചോദിച്ചാൽ NS രാജ സുബ്രഹ്മണ്യാണ്. ഇത് 3ഉം പഠിച്ചു വെച്ചേക്കണം. പുതിയ അപ്പോയിൻമെന്റുകളാണ്, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ ഇന്ത്യയുടെ കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് പുതിയ നാവികസേനാ മേധാവി കൃഷ്ണ സ്വാമിനാഥൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ പുതിയ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് NS രാജ സുബ്രഹ്മണി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞ് വയ്ക്കണം.
ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് 2026 IPL കിരീടം അല്ലേ. IPL എന്ന് പറയുന്നത് ഇന്ത്യയുടെ എന്താണ് ഈ പറഞ്ഞ ഒരു 2020 ലീഗ് ഈ പറഞ്ഞ മത്സരമാണ്. ഏത് IPL എന്ന് പറയുന്നത് അല്ലെ, ഇന്ത്യൻ പ്രീമിയർ ലീഗ്. അതിൽ പുരുഷ കിരീടം 2026 IPL പുരുഷ കിരീടം നേടിയ ടീം ഏതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. RCB ആണ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു അല്ലെ, വിരാട് കോഹ്ലി കളിക്കുന്ന ടീം അല്ലെ. 2026 വനിതാ IPL കിരീടം നേടിയ ടീം ഏതെന്ന് ചോദിച്ചാലും RCB ആണ്. 2026 വനിതാ IPL കിരീടം നേടിയ ടീമും RCB ആണ്. 2026 പുരുഷ IPL കിരീടം നേടിയ ടീമും ഏത് തന്നെയാണ്? RCB ആണ് എന്നൊന്ന് മനസ്സിലാക്കി വയ്ക്കണം. അപ്പോൾ 2026 പുരുഷ IPL കിരീടം നേടിയത് ആരാണ്? RCB. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ RCBയുടെ ക്യാപ്റ്റൻ ആരാണ്? RCB എന്ന് പറയുന്ന ആ പറഞ്ഞ ടീമിന്റെ ക്യാപ്റ്റൻ ആരെന്ന് കൂടി അറിഞ്ഞു വെക്കണം. രജത് പട്ടീദാർ. വിരാട് കോഹ്ലി എന്ന് എഴുതി തെറ്റിക്കരുത്. വിരാട് കോഹ്ലി കഴിഞ്ഞ തവണ ആദ്യമായിട്ട് RCB കിരീടം നേടുമ്പോഴും രജത് പട്ടീദാർ തന്നെയായിരുന്നു ക്യാപ്റ്റൻ. ഇപ്പോൾ ഈ പറഞ്ഞ തുടർച്ചയായിട്ട് രണ്ടാമതാണ് RCB പുരുഷ കിരീടം നേടുന്നത്. അപ്പോഴും ക്യാപ്റ്റൻ ആരാണ്? രജത് പട്ടീദാറാണ്. ഇനി അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഏറ്റവും കൂടുതൽ ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്യുന്നവർക്ക് ഒരു ഈ പറഞ്ഞ ബഹുമതിയുണ്ട്. അതാണ് എന്താണ്? ഓറഞ്ച് ക്യാപ്പ്. ഓറഞ്ച് ക്യാപ്പ് ഈ ടൂർണമെൻറ്റിൽ 2026 IPL ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്നവർക്ക് കൊടുക്കുന്ന ഒരു ബഹുമതിയാണ് ഓറഞ്ച് ക്യാപ്പ്. ആ ഓറഞ്ച് ക്യാപ്പ് 2026 നേടിയതാര് എന്നുള്ളത് നിങ്ങൾക്കറിയാം. വൈഭവ് സൂര്യവംശിയാണ്. വൈഭവ് സൂര്യവംശിയാണ് അല്ലെ. രാജസ്ഥാൻ റോയൽസ് എന്ന് പറയുന്ന ടീമിലാണ് വൈഭവ് സൂര്യവംശി കളിക്കുന്നത്. വൈഭവ് സൂര്യവംശി. ഇനി അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന ബൗളർക്കൊരു ബഹുമതിയുണ്ട്. അതാണ് പർപ്പിൾ ക്യാപ്പ്. ഓറഞ്ച് ക്യാപ്പ് ബാറ്റർക്കാണ്, ബാറ്റ്സ്മാനാണ് ഓറഞ്ച് ക്യാപ്പ്. അതേസമയം പർപ്പിൾ ക്യാപ്പ് എന്ന് പറയുന്നത് ബൗളർക്കാണ്, ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന ബൗളർക്കാണ്. അപ്പോൾ 2026 IPL പർപ്പിൾ ക്യാപ്പ് നേടിയത് ആര് എന്ന് ചോദിച്ചാൽ അത് കാഗിസോ റബാഡയാണ്. ആരാണ്? കാഗിസോ റബാഡ. ഗുജറാത്ത് ടൈറ്റൻസ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. ആ ഗുജറാത്ത് ടൈറ്റൻസിലെ കളിക്കാരനാണ് ആര്? കാഗിസോ റബാഡ. കാഗിസോ റബാഡ അല്ലെ. ഫൈനലിൽ RCB തോപ്പിച്ചത്, ബംഗളൂരു ടീം തോപ്പിച്ചത് ആരെയാണ്? ഗുജറാത്ത് ടൈറ്റൻസിനെയാണ്. അപ്പോൾ ഈ ചോദ്യം പരീക്ഷയ്ക്ക് വരും. പരീക്ഷയ്ക്ക് വന്നാൽ അതൊരിക്കലും ഒരു ഒറ്റ ചോദ്യം ആയിരിക്കത്തില്ല. ഒരു ചോദ്യം, ഒരു ചോയ്സ് ആ ഒരു രീതിയിലായിരിക്കില്ല. ഇത് പ്രസ്താവന രീതിയിലായിരിക്കും തരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേ പ്രസ്താവനകൾ തന്നിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കണം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പോയിന്റിലോട്ട് വരാം. 2026 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ആരാണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ നോർവേ ചെസ് ടൂർണമെന്റ് ജയിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ നോർവേ ചെസ് ടൂർണമെന്റ് ജയിക്കുന്നത്. ആരെ എന്ന് ചോദിച്ചാൽ പ്രജ്ഞാനന്ദ അല്ലെ. പഴയ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനൊക്കെ പങ്കെടുത്ത ടൂർണമെന്റാണ്. മാഗ്നസ് കാൾസനെയൊക്കെ 2 തവണ ഈ പറഞ്ഞ ഈ ടൂർണമെന്റിനകത്ത് പ്രജ്ഞാനന്ദ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് പ്രജ്ഞാനന്ദ എന്താകുന്നത്? വിജയിയാവുന്നത്. അപ്പോൾ 2026 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചത് ഒരു ഇന്ത്യൻ ചെസ് താരമാണ്. ആരാണ്? പ്രജ്ഞാനന്ദ. പഠിച്ചു വെക്കണം, പ്രജ്ഞാനന്ദ. ശരി, ഇനി അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പ്. നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനും ആര് തന്നെയാണ്? പ്രജ്ഞാനന്ദയാണ്. അപ്പം നിങ്ങളിത് പ്രജ്ഞാനന്ദ എന്ന് പഠിച്ചു വയ്ക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ചോദ്യം ഒരു പ്രസ്താവന രീതിയിലായിരിക്കും തരുന്നത്. 2026 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പ് വിജയി പ്രജ്ഞാനന്ദയാണ്. ശരിയായ പ്രസ്താവനയാണ് അല്ലെ. നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പ് ആദ്യമായി വിജയിക്കുന്ന ഇന്ത്യക്കാരൻ ആനന്ദാണ് എന്ന് തന്നാൽ, വിശ്വനാഥൻ ആനന്ദാണ് എന്ന് തന്നാൽ ചിലപ്പോൾ നിങ്ങളത് ശരിയാണെന്ന് വിചാരിക്കും. അല്ല, ആദ്യമായിട്ട് ജയിക്കുന്ന ഇന്ത്യക്കാരനും ആര് തന്നെയാണ്? പ്രജ്ഞാനന്ദയാണ്. അപ്പോൾ ആ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളെ ഉള്ളിൽ കണ്ടുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇത് ഓരോ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 2026 G7 ഉച്ചകോടി, 2026 G7 ഉച്ചകോടി നടന്നത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഫ്രാൻസിലാണ്. 2026 അല്ലെ G7 ഉച്ചകോടി എവിടെ വെച്ച് നടന്നു എന്ന് ചോദിച്ചാൽ ഫ്രാൻസിൽ വെച്ചിട്ടാണ് നടന്നത് അല്ലെ.
ഇങ്ങനെ പഠിച്ച് നിങ്ങൾ നിർത്തി പരീക്ഷയ്ക്ക് പോകരുത്. 2026 G7 ഉച്ചകോടി നടന്നത് എവിടെ? ഫ്രാൻസ് എന്ന് പഠിച്ചുകൊണ്ട് ഒരു കാരണവശാലും പരീക്ഷയ്ക്ക് പോകരുത്. അപ്പോൾ ഈ G7 ഉച്ചകോടി എന്ന് പറയുമ്പോൾ അതിനകത്ത് G7 രാജ്യങ്ങളുണ്ട് അല്ലേ? ആ G7 രാജ്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്ക് വേണം. ഇപ്പോൾ കാനഡയുണ്ട്, അമേരിക്കയുണ്ട്, അമേരിക്കയുണ്ട്, വടക്കേ അമേരിക്കയിൽ നിന്ന് 2 രാജ്യങ്ങൾ, കാനഡ, അമേരിക്ക. പിന്നെ അത് കഴിഞ്ഞ് യൂറോപ്പിൽ നിന്ന് 4 രാജ്യങ്ങൾ. യൂറോപ്പിൽ 4 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ വ്യാവസായികമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന, സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന 4 രാജ്യങ്ങളാണ്. അതൊന്ന് ഇംഗ്ലണ്ടാണ്, വേറൊന്ന് ഫ്രാൻസാണ്, വേറൊന്ന് ജർമ്മനിയാണ്, വേറൊന്ന് ഇറ്റലിയാണ്. അപ്പോൾ 4 2 6. ഇനി ഏഷ്യയിൽ നിന്ന് ഒരു രാജ്യം. ഏഷ്യയിൽ നിന്ന് ഏതാണ് രാജ്യം? ജപ്പാൻ. അങ്ങനെ ഈ പറഞ്ഞ 7 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഏത്? G7 ഉച്ചകോടി അല്ലെ? ആ കൂട്ടായ്മയാണ് G7 ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ ഉച്ചകോടിയാണ് ഇപ്പോൾ എവിടെ വെച്ച് നടന്നത്? ഫ്രാൻസിൽ വെച്ച് നടന്നത്. ഈ 7 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ മൊത്തം GDPയുടെ 43% ഈ 7 രാജ്യങ്ങളിലായിട്ടാണ്. ലോകത്തിൻ്റെ മൊത്തം GDPയുടെ 43% ഈ 7 രാജ്യങ്ങളിലായിട്ടാണ്. അത്ര പ്രബലരും ശക്തരുമായിട്ടുള്ള 7 രാജ്യങ്ങളുടെ ഗ്രൂപ്പാണ് G7 എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. G7 ഗ്രൂപ്പിലുള്ള ഏക ഏഷ്യൻ രാജ്യമാണ് ഏത്? ജപ്പാൻ അല്ലെ? G7ന്റെ ആസ്ഥാനം എവിടെ? G7 അങ്ങനെ പ്രത്യേകിച്ച് ആസ്ഥാനമില്ല. ഓരോ വർഷവും ഈ പറഞ്ഞ G7 തലവന്മാരുടെ ഈ പറഞ്ഞ സമ്മേളനം നടക്കും, ഉച്ചകോടി നടക്കും. ഈ G7 ഉച്ചകോടിയിൽ പ്രത്യേക ക്ഷണിതാവായിട്ട് ഇന്ത്യ എപ്പോഴും ക്ഷണിക്കപ്പെടാറുണ്ട്. G7 ഇന്ത്യ അംഗമല്ല, പക്ഷെ പ്രത്യേക ക്ഷണിതാവായിട്ട് ഇന്ത്യ എപ്പോഴും ക്ഷണിക്കപ്പെടാറുണ്ട്. ഈ വർഷവും ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അല്ലാതെ 2026 G7 ഉച്ചകോടി ഫ്രാൻസ് എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കോണം. ഇനി അത് കഴിഞ്ഞിട്ട് 2026 നാറ്റോ ഉച്ചകോടി അല്ലെ? 2026 നാറ്റോ ഉച്ചകോടി എവിടെ വെച്ചാണ് നടന്നത്? തുർക്കിയിലാണ്. തുർക്കിയുടെ തലസ്ഥാനമായിട്ടുള്ള അങ്കാറയിൽ വെച്ചിട്ടാണ് 2026 നാറ്റോ ഉച്ചകോടി നടന്നത്. തുർക്കിയിലാണ്. തുർക്കിയുടെ തലസ്ഥാനമായിട്ടുള്ള അങ്കാറയിൽ വെച്ചിട്ടാണ് 2026 നാറ്റോ ഉച്ചകോടി നടന്നത്. ഇവിടെ ഈ ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നാറ്റോ ഉച്ചകോടി എവിടെ വെച്ച് നടന്നു എന്ന് ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. നാറ്റോ എന്ന് പറയുന്നത് ഒരു സൈനിക സഖ്യമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ലോകത്ത് നാറ്റോ എന്ന് പറയുന്ന സൈനിക സഖ്യവുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഉണ്ട്. അതാണ് ഈ പറഞ്ഞ റഷ്യ ഉക്രൈൻ സംഘർഷം എന്ന് പറയുന്നത്. നാറ്റോ കൂടി പങ്കെടുക്കുന്ന അല്ലെങ്കിൽ നാറ്റോ കൂടി ഭാഗഭാക്കായിട്ടുള്ള ഒരു യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നാറ്റോ എന്ന് പറയുന്നത് ഒരു സൈനിക സഖ്യമാണ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക നേതൃത്വം ഉണ്ടാക്കിയ സൈനിക സഖ്യങ്ങൾ, കുറച്ച് സൈനിക സഖ്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സൈനിക സഖ്യമാണ് ഏത്? നാറ്റോ അല്ലെ? ഈ നാറ്റോ എന്ന് പറയുന്ന സൈനിക സഖ്യത്തിനകത്ത് 32 അംഗരാജ്യങ്ങളുണ്ട്. ഈ നാറ്റോ എന്ന് പറയുന്ന സൈനിക സഖ്യത്തിനകത്ത് 32 അംഗരാജ്യങ്ങളുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നാറ്റോയിൽ അംഗമായ ഏറ്റവും ഒടുവിലത്തെ രാജ്യം ഏതാണ്? സ്വീഡനാണ്. നാറ്റോയിൽ അംഗമായ ഏറ്റവും ഒടുവിലത്തെ രാജ്യം സ്വീഡനാണ്. ഇനി നാറ്റോ എന്ന് പറയുന്ന സംഘടന സ്ഥാപിക്കപ്പെട്ട എന്നാണ് 1949 നാറ്റോ സ്ഥാപിക്കപ്പെട്ട 949 നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ്? ബ്രസൽസ് ആണ്. നാറ്റോയുടെ ആസ്ഥാനം ബെൽജിയത്തിലുള്ള ബ്രസൽസിലാണ് ഈ പറഞ്ഞ നാറ്റോയുടെ ആസ്ഥാനം വരുന്നത് അല്ലെ? അപ്പോൾ 2026 നാറ്റോ ഉച്ചകോടി 2026 നാറ്റോ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ് എന്ന് ചോദിച്ചാൽ അത് തുർക്കിയിൽ വെച്ചിട്ടാണ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കിക്കോണം. 2026 കാലാവസ്ഥ ഉച്ചകോടി സെപ്റ്റംബർ മാസത്തിൽ നടക്കും. ഈ നാറ്റോ ഉച്ചകോടി നടന്നു. 2026 കാലാവസ്ഥ ഉച്ചകോടി ഉടനെ നടക്കും. 2026 കാലാവസ്ഥ ഉച്ചകോടി നടക്കാൻ പോകുന്നത്, അതായത് നമ്മൾ COP31 എന്ന് പറയും. COP31 2026 കാലാവസ്ഥ ഉച്ചകോടി. അത് നടക്കുന്നത് എവിടെ വെച്ച് എന്ന് ചോദിച്ചാൽ അതും തുർക്കിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ആന്റല്യ എന്ന് പറയുന്ന തുർക്കിയിലെ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. 2026 കാലാവസ്ഥ ഉച്ചകോടി നടക്കാൻ പോകുന്നതും തുർക്കി വെച്ചിട്ടാണ്. ഇപ്പോൾ 2026 നാറ്റോ ഉച്ചകോടി നടന്നതും തുർക്കിയിൽ വെച്ചിട്ടാണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് 2026 പരിസ്ഥിതി ദിനം. 2026 പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച പട്ടണം ഏതാണ്? 2026 പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച പട്ടണം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ബക്കു ആണ്. ബക്കു എന്ന് പറഞ്ഞാൽ അസർബൈജാന്റെ തലസ്ഥാനം. അസർബൈജാന്റെ തലസ്ഥാനമായിട്ടുള്ള ബക്കു ആണ് 2026
പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച പട്ടണം നല്ല ഒരു പോയിന്റാണ്, ശ്രദ്ധിച്ചു വയ്ക്കണം. ഇനി അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ 2026 ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൻ്റെ എന്താണ് തീം, എന്താണ് പ്രമേയം, എന്താണ് എന്ന് ചോദിക്കും. പരിസ്ഥിതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, പരിസ്ഥിതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി എന്നുള്ളതാണ് 2026 പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം. പരിസ്ഥിതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി, ഇൻസ്പയർഡ് ബൈ നാച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്നുള്ളതാണ് 2026 പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു പോയിന്റാണ്, ശ്രദ്ധിച്ചു വയ്ക്കുക. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല, പരീക്ഷയ്ക്ക് വരുന്നത് നോക്കി പഠിച്ചാൽ മതി. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ക്ലാസ്സിനകത്ത് പറയാറുള്ളൂ. അതുകൊണ്ടാണ് അതേ ചോദ്യങ്ങൾ തന്നെ പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു പോയിന്റാണ്, നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഇതിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ. പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയമാണ് പരിസ്ഥിതി എന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി. ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്, നമ്മൾ ജൂൺ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിച്ചു വരുന്നത്. ജൂൺ 21 യോഗാ ദിനം. യോഗാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? ജൂൺ 21. 2026 യോഗാ ദിനത്തിൻ്റെ പ്രമേയം എന്തെന്ന് ചോദിച്ചാലോ, 2026 യോഗാ ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ യോഗ ഫോർ ഹെൽത്തി ഏജിങ്. യോഗ ഫോർ ഹെൽത്തി ഏജിങ് എന്നുള്ളതാണ് 2026 യോഗാ ദിനത്തിൻ്റെ പ്രമേയം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചു വയ്ക്കണം. അപ്പോൾ 2026 യോഗാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? യോഗ ഫോർ ഹെൽത്തി ഏജിങ് അല്ലെ, ആരോഗ്യകരമായിട്ടുള്ള വാർദ്ധക്യത്തിന് യോഗ എന്നുള്ളതാണ് 2026 തീം. ഇനി അത് കഴിഞ്ഞിട്ട് 2026 ജൂണിൽ 2 സ്ഥലത്ത് ലോകത്തിലെ പ്രധാനപ്പെട്ട 2 രാജ്യങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടു. വളരെ കാര്യമായിട്ടുള്ള ഭൂചലനം 2026 ജൂണിൽ 2 രാജ്യങ്ങളിൽ അനുഭവപ്പെട്ടു. ഒന്നൊരു ഏഷ്യൻ രാജ്യത്താണ് ഫിലിപ്പൈൻസ്, വേറൊന്നൊരു തെക്കേ അമേരിക്കൻ രാജ്യമാണ് വെനസ്വേല അല്ലേ. അപ്പോൾ 2026 റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ 2026 ജൂണിൽ റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അല്ലെങ്കിൽ ഭൂകമ്പം സംഭവിച്ചത് ഏത് ഏഷ്യൻ രാജ്യത്താണ് എന്ന് ചോദിച്ചാൽ ഫിലിപ്പൈൻസിലാണ്. 2026 റിക്ടർ സ്കെയിലിൽ 7.8 രേഖപ്പെടുത്തിയ വലിയ ഭൂചലനം ഉണ്ടായത് ഏത് ഏഷ്യൻ രാജ്യത്താണ് എന്ന് ചോദിച്ചാൽ അത് ഫിലിപ്പൈൻസിലാണ്. അതേസമയം 2026 ജൂണിൽ റിക്ടർ സ്കെയിലിൽ 7 മുകളിൽ തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത് ഏത് തെക്കേ അമേരിക്കൻ രാജ്യത്താണ് എന്ന് ചോദിച്ചാൽ അത് വെനസ്വേലയിലാണ്. ഏത് തെക്കേ അമേരിക്കൻ രാജ്യത്താണ്? വെനസ്വേല അല്ലെ. ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ റിസർവ് ഉള്ള രാജ്യം ഏത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന ഉത്തരവാണ് വെനസ്വേല. ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ റിസർവ് ഉള്ള രാജ്യമാണ് ഏത്? അത് വെനസ്വേലയാണ്. അതേസമയം ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഓയിലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ സൗദി അറേബ്യയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം സൗദി അറേബ്യയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യം എന്ന് ചോദിച്ചാൽ വെനസ്വേലയിലാണ്. അപ്പോൾ അവിടെ 2026 ജൂണിൽ ശക്തമായിട്ടുള്ള ഭൂചലനം, റിക്ടർ സ്കെയിലിൽ 7 മുകളിൽ രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായി. അപ്പോൾ അങ്ങനെ 2 രാജ്യങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. ജൂൺ മാസത്തിൽ ഭൂചലനം ഉണ്ടായതാണ്. ഇനി അവിടെ ഒരു പോയിന്റ് കൂടിയുണ്ട്. ഇങ്ങനെ ഈ പറഞ്ഞ ഭൂചലനം കൊണ്ട് നാശനഷ്ടങ്ങൾ സംഭവിച്ച വെനസ്വേലയ്ക്ക് ആശ്വാസമായിക്കൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ ഒരു രക്ഷാദൗത്യമുണ്ട്. ആ രക്ഷാദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ അമിസ്റ്റാഡ് അല്ലേ. ഭൂകമ്പം കൊണ്ട് നാശനഷ്ടങ്ങൾ നേരിട്ട വെനസ്വേലയ്ക്ക് രക്ഷാദൗത്യം, ഇന്ത്യയുടെ രക്ഷാദൗത്യം അല്ലെ, ആ രക്ഷാദൗത്യത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഏത്? ഓപ്പറേഷൻ അമിസ്റ്റാഡ് അല്ലെ. ഇതുപോലെ പണ്ട് ദിത്വ ചുഴലിക്കാറ്റ്, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ദിത്വ ചുഴലിക്കാറ്റ് കൊണ്ട് ശ്രീലങ്കയ്ക്കും ഒരുപാട് നാശനഷ്ടം ഉണ്ടായി. പ്രളയവും പേമാരിയും ഒക്കെ അവിടെ ഉണ്ടായി. അപ്പോൾ ആ ശ്രീലങ്കയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഒരു രക്ഷാദൗത്യം ഉണ്ടായിരുന്നു. ആ രക്ഷാദൗത്യത്തിന് കൊടുത്തിരുന്ന പേരായിരുന്നു ഏത്? സാഗർ ബന്ധു അല്ലെ. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മ്യാൻമറിൽ ഭൂകമ്പം ഉണ്ടായി.
മ്യാൻമറിൽ ഭൂകമ്പം ഉണ്ടായി. അങ്ങനെ ഭൂകമ്പത്തിൽ വിഷമിച്ച മ്യാൻമറിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു രക്ഷാദൗത്യം ഉണ്ടായിരുന്നു. ആ രക്ഷാദൗത്യത്തിന് കൊടുത്തിരുന്ന പേരാണ് ഓപ്പറേഷൻ ബ്രഹ്മ. അല്ലെ, പഠിച്ചതാണ്, ഓർക്കുന്നുണ്ടോ? അതെല്ലാം ഓർത്തോർത്ത് പോണം. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരാം. 2026 നാസ പ്രവർത്തനം അവസാനിപ്പിച്ച അവരുടെ ചൊവ്വ ദൗത്യം ഏതാണ്? 2026 ജൂണിൽ നാസ പ്രവർത്തനം അവസാനിപ്പിച്ചതായിട്ട് പ്രഖ്യാപിച്ച അവരുടെ ചൊവ്വ ദൗത്യം ഏത് എന്ന് ചോദിച്ചാൽ മാവൻ എന്ന് പറയുന്ന ഒരു പേടകമാണ്. മാവൻ എന്ന് പറയുന്ന പേടകം വർഷങ്ങൾക്ക് മുമ്പ് നാസ വിക്ഷേപിച്ചത് എന്തിനെക്കുറിച്ച് പഠിക്കാനാണ്? ചൊവ്വയെക്കുറിച്ച് പഠിക്കാനാണ്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നാസ വിക്ഷേപിച്ച മാവൻ എന്ന് പറയുന്ന ചൊവ്വ ദൗത്യത്തിന് വേണ്ടിയിട്ടുള്ള പേടകം, ആ പേടകത്തിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചതായിട്ടാണ് നാസ ഇപ്പോൾ പ്രഖ്യാപിച്ചത്. അപ്പോൾ 2026 ജൂണിൽ നാസ പ്രവർത്തനം അവസാനിപ്പിച്ചതായിട്ട് പ്രഖ്യാപിച്ച അവരുടെ ചൊവ്വ ദൗത്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പേടകം ഏത് എന്ന് ചോദിച്ചാൽ മാവൻ എന്നാണ് പേര്. നിസ്സാരമായിട്ട് ഇതൊരു ചോദ്യമായിട്ട് കാണും, അപ്പോൾ മാർക്ക് കളയരുത്. മാവൻ എന്ന് പറയുന്നത് നാസയുടെ ചൊവ്വ ദൗത്യത്തിന് വേണ്ടിയിട്ടുള്ള പേടകമായിരുന്നു. ആ പേടകത്തിൻ്റെ പ്രവർത്തനം ഈ അടുത്ത കാലത്ത് നിർത്തി. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗത്തോട്ട് വരാം. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിരിക്കുന്നത് ആര് എന്ന് നിങ്ങൾക്കറിയാം. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്തിരിക്കുന്നത് ആര് എന്ന് നിങ്ങൾക്കറിയാം. അത് ഇന്ത്യക്കാരൻ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അല്ലേ, ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് 10,000-ഓളം റൺസ്, 10,000-ലധികം റൺസ് നേടി ഒന്നാം സ്ഥാനത്തുള്ളത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. സച്ചിൻ ടെണ്ടുൽക്കറിന് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ 14,000 റൺസ് തികയ്ക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഈ അടുത്ത കാലത്ത് സംഭവിച്ചു. ജോ റൂട്ട് എന്ന് പറയുന്ന ഒരു കളിക്കാരനാണ്. ജോ റൂട്ട് ഇംഗ്ലണ്ടുകാരനായിട്ടുള്ള ജോ റൂട്ടാണ്. അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്തിരിക്കുന്നത് ആര് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. അത് സച്ചിൻ രമേശ് തെണ്ടുൽക്കറാണ്. സച്ചിൻ തെണ്ടുൽക്കറാണ്. 15,000-ലധികം റൺസാണ്. സച്ചിന് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ 14,000 റൺസ് തികയ്ക്കുന്ന ആളാര്, രണ്ടാമത്തെ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് ജോ റൂട്ടാണ് എന്ന് ഓർക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യത്തിലോട്ട് വന്നാൽ ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ളത് ആര്? ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ളതും ആര് തന്നെയാണ്? സച്ചിൻ ടെണ്ടുൽക്കറാണ്. ഏതാണ്ട് 18,000 റൺസ് ഏകദിനത്തിൽ ആര് നേടിയിട്ടുണ്ട്? സച്ചിൻ ടെണ്ടുൽക്കർ നേടിയിട്ടുണ്ട്. ഏകദിനത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിരിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് വിരാട് കോഹ്ലിയാണ്. ആരാണ്? വിരാട് കോഹ്ലിയാണ്. ഏകദിനത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിരിക്കുന്നത് വിരാട് കോഹ്ലിയാണ്. പക്ഷെ അവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 14,000 റൺസ്, ഇപ്പം അദ്ദേഹം 14,000 റൺസ് നേടിയിട്ടുണ്ട്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ 14,000 റൺസ് തികയ്ക്കുന്ന കളിക്കാരനാരെന്ന് ചോദിച്ചാൽ അത് വിരാട് കോഹ്ലിയാണ്. അപ്പോൾ വിരാട് കോഹ്ലി രണ്ടാമതുണ്ട്, അത് ഏകദിന ക്രിക്കറ്റിലാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ടാമതുണ്ട്, അത് വിരാട് കോഹ്ലി അല്ല, ജോ റൂട്ടാണ്. പരീക്ഷയ്ക്ക് ആ ചോദ്യം പ്രതീക്ഷിച്ചോണം, പിള്ളേർ സിമ്പിളായിട്ട് അത് തെറ്റിക്കും. ഇവിടെ ടെസ്റ്റ് ക്രിക്കറ്റാണ് പറഞ്ഞത്, വിരാട് കോഹ്ലി അല്ല, ജോ റൂട്ടാണ്. ഏകദിന ക്രിക്കറ്റിലാണ് വിരാട് കോഹ്ലി സച്ചിന് താഴെ വരുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ 2026 ജൂൺ മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് പഠിച്ചത്. ഈ അടുത്ത കാലത്ത് വരുന്ന പരീക്ഷകളിൽ ഈ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ചോദ്യമുണ്ടായിരിക്കും. നിങ്ങൾ ഈ ക്ലാസ്സുകളെല്ലാം സ്ഥിരമായിട്ട് കണ്ട് അതിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരുപാട് പഠിക്കേണ്ടി വരത്തില്ല. കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതിൻ്റെ നോട്ട്സ് വായിക്കുമ്പോൾ തന്നെ അത് കൃത്യമായിട്ട് മനസ്സിലുണ്ടാവും. പരീക്ഷയ്ക്ക് തെറ്റില്ലാതെ എഴുതാനും പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് ഗുണപ്പെടുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക, കൂടുതൽ പേരിലോട്ട് ഈ ചാനലിനെ എത്തിക്കുക. അതിനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുണ്ടാവും എന്ന് കരുതുന്നു. ഞങ്ങളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.